റഡാർ സംവിധാനങ്ങളെയും മിസൈൽ പ്രതിരോധത്തെയും കബളിപ്പിച്ച് നടത്തിയ ആ രഹസ്യ നീക്കം അമേരിക്കയെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയെ നിശബ്ദമാക്കിയ ഇറാന്റെ ഈ കടന്നുകയറ്റം ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക വിന്യാസത്തിന്റെ നട്ടെല്ലായി അറിയപ്പെടുന്ന കുവൈറ്റിലെ ക്യാമ്പ് യൂറിങ്ങിന് നേരെ ഒരു ഇറാനിയൻ പോർവിമാനം ഇരച്ചു കയറിയപ്പോൾ തകർക്കപ്പെട്ടത് മണൽപ്പരപ്പിലെ വെറും ഭൗതിക ലക്ഷ്യങ്ങൾ മാത്രമല്ല, മറിച്ച് അമേരിക്കൻ ആകാശം അഭേദ്യമാണ് എന്ന ദീർഘകാലത്തെ ആഗോള വിശ്വാസം കൂടിയാണ്. പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയുടെ ആകാശസീമകളിൽ ചോദ്യം ചെയ്യപ്പെടാതെ നിലനിന്നിരുന്ന അമേരിക്കൻ വ്യോമ മേൽക്കോയ്മയ്ക്കാണ് ഇതോടെ കനത്ത വിള്ളൽ വീണിരിക്കുന്നത്. 1950കളിലെ കൊറിയൻ യുദ്ധത്തിന് ശേഷം ആദ്യമായി ഒരു ശത്രുരാജ്യത്തിന്റെ ഫിക്സ്ഡ് വിംഗ് പോർവിമാനം ഒരു പ്രമുഖ അമേരിക്കൻ സൈനിക താവളത്തിന് മുകളിൽ മരണത്തിന്റെ നിഴൽ വീഴ്ത്തുമ്പോൾ അത് ലോക സൈനിക അക്കാദമികൾക്ക് നൽകുന്നത് യുദ്ധതന്ത്രങ്ങളിലെ പുതിയൊരു പാഠപുസ്തകം തന്നെയാണ്. ഭൂമിയുടെ വളവിനെ റഡാറുകളിൽ നിന്ന് മറയാക്കുന്ന റഡാർ ഹൊറൈസൺ എന്ന സാങ്കേതിക ദൗർബല്യത്തെ അതിവിദഗ്ധമായി പ്രയോജനപ്പെടുത്തി സമുദ്രനിരപ്പിനോട് ചേർന്ന് അതിവേഗത്തിൽ പറന്നാണ് ഈ ഇറാനിയൻ വിമാനം ലക്ഷ്യം കണ്ടത്. പാട്രിയറ്റ് മിസൈലുകളുടെ പ്രതിരോധ വലയങ്ങളെ നിഷ്പ്രഭമാക്കിയ ഈ നീക്കം ഹൈടെക് ആയുധങ്ങളെക്കാൾ അസിമെട്രിക് വാർഫെയർ അഥവാ അപ്രതീക്ഷിത യുദ്ധമുറകൾക്കുള്ള പ്രാധാന്യമാണ് വിളിച്ചോതുന്നത്. ഇറാൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഹെസാകൗസർ എന്ന വിമാനമാണ് ഈ ചരിത്രപരമായ ദൗത്യത്തിന് പിന്നിൽ എന്നത് സംഭവത്തിന്റെ ആഘാതം ഇരട്ടിയാക്കുന്നു. കേവലം ഒരു താവളത്തിന് നേരെയുള്ള ആക്രമണം എന്നതിലുപരി പശ്ചിമേഷ്യയിലെ നാളത്തെ യുദ്ധതന്ത്രങ്ങൾ ഇനി എങ്ങനെയായിരിക്കും എന്നതിന്റെ വ്യക്തമായ വിളംബരമാണ് ക്യാമ്പ് യൂറിങ്ങിലെ ഈ പുകപടലങ്ങൾ. ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ നീണ്ടു നിൽക്കുന്ന ജിയോ പൊളിറ്റിക്കൽ സംഘർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം പതിറ്റാണ്ടുകളായി തുടരുകയാണ്. ഇതിനൊപ്പം ഇസ്രായേലും ഉൾപ്പെടുന്ന സഖ്യങ്ങൾ ഈ മേഖലയിൽ സൈനിക സംഘർഷങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഒരു അമേരിക്കൻ താവളത്തെ ലക്ഷ്യമിട്ട് നടന്നതായി പറയപ്പെടുന്ന കൃത്യമായ വ്യോമാക്രമണം ശക്തി സമത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന സംഭവമായി മാറുന്നു. ആക്രമണത്തിന്റെ സാങ്കേതിക വശങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. റിപ്പോർട്ടുകൾ പ്രകാരം തെക്കു പടിഞ്ഞാറൻ ഇറാനിൽ നിന്നുയർന്ന ഒരു യുദ്ധവിമാനം പേർഷ്യൻ ഗൾഫ് കടന്ന് വളരെ താഴ്ന്ന ഉയരത്തിൽ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തി. ഇത് സാധ്യമാക്കിയത് റഡാർ ഹൊറൈസൺ എന്നറിയപ്പെടുന്ന ഒരു പ്രധാന ഭൗതിക പരിമിതിയെ ചൂഷണം ചെയ്തതിലൂടെയാണ്. ഭൂമിയുടെ വളവ് കാരണം വളരെ താഴ്ന്ന ഉയരത്തിൽ പറക്കുന്ന ലക്ഷ്യങ്ങളെ ദൂരത്തിൽ നിന്ന് റഡാർ കണ്ടെത്താൻ ബുദ്ധിമുട്ടാകും. ഈ സവിശേഷത അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളിലെ പാട്രിയറ്റ് മിസൈൽ സിസ്റ്റത്തിനെയും ഒരു പരിധിവരെ മറികടക്കാൻ സഹായിച്ചിരിക്കാം. ഇതോടൊപ്പം തന്നെ ഡ്രോണുകളും മിസൈലുകളും ഒരുമിച്ച് വിന്യസിച്ച് പ്രതിരോധ സംവിധാനങ്ങളെ തിരക്കിലാക്കുന്ന സാച്ചുറേഷൻ അറ്റാക്ക് തന്ത്രവും ഉപയോഗിച്ചിരിക്കാമെന്ന സൂചനകളുണ്ട്. പഴയ അമേരിക്കൻ നോർത്രോപ്പ് F-5 പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി ഇറാൻ വികസിപ്പിച്ചെടുത്ത ഈ വിമാനം റിവേഴ്സ് എഞ്ചിനീയറിംഗിന്റെയും സ്വദേശീയ സാങ്കേതിക പുരോഗതിയുടെയും ഫലമാണ്. നവീന ഡിജിറ്റൽ കോക്പിറ്റ്, സ്വദേശീയ റഡാർ സംവിധാനങ്ങൾ, മെച്ചപ്പെടുത്തിയ ആയുധ നിയന്ത്രണ സാങ്കേതിക വിദ്യകൾ എന്നിവയിലൂടെ പഴയ തലമുറ വിമാനത്തെ ആധുനിക യുദ്ധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമാക്കി മാറ്റാൻ ഇറാനിന് കഴിഞ്ഞിരുന്നു. ഇത് കുറഞ്ഞ ചെലവിൽ പരമാവധി സൈനിക ശേഷി നിലനിർത്താനുള്ള ഇറാന്റെ ദീർഘകാല തന്ത്രത്തിന്റെ ഭാഗമാണ്. ക്യാമ്പ് യൂറിംഗ് പോലുള്ള താവളങ്ങളുടെ പ്രാധാന്യം വെറും സൈനിക സൗകര്യങ്ങളിൽ ഒതുങ്ങുന്നില്ല. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ സൈനിക പ്രവർത്തനങ്ങൾക്ക് ഇവ പ്രധാന ലോജിസ്റ്റിക് ഹബ്ബുകളാണ്. പ്രത്യേകിച്ച് ഇറാഖ് പോലുള്ള പ്രദേശങ്ങളിലേക്കുള്ള സൈനിക വിന്യാസത്തിനും പിന്തുണയ്ക്കും ഇവ നിർണായകമാണ്. അതിനാൽ തന്നെ ഇത്തരം ഒരു താവളത്തെ ലക്ഷ്യമിട്ട് നടത്തിയ വിജയകരമായ ആക്രമണം ഭൗതിക നാശനഷ്ടങ്ങളെക്കാൾ കൂടുതൽ മാനസികവും തന്ത്രപരമായ ആഘാതം സൃഷ്ടിക്കും. അഭേദ്യമായ പ്രതിരോധ ശൃംഖലകൾക്കും ദൗർബല്യങ്ങൾ ഉണ്ടാകാമെന്ന തിരിച്ചറിവ് ഭാവിയിലെ സൈനിക ആസൂത്രണങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും. ഇതിനൊപ്പം തന്നെ ഹോർമൂസ് കടലിടുക്ക് ചുറ്റിപ്പറ്റിയുള്ള സംഘർഷാവസ്ഥയും കൂടുതൽ രൂക്ഷമാവുകയാണ്. ലോകത്തെ പ്രധാന എണ്ണഗതാഗത പാതയായ ഈ കടലിടുക്കിലുണ്ടാകുന്ന ഏത് സംഘർഷവും ആഗോള സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കും. ഇറാൻ മുന്നറിയിപ്പ് നൽകിയ അഭൂതപൂർവമായ പ്രായോഗിക നടപടികൾ എന്നത് നാവിക നിയന്ത്രണങ്ങളിലൂടെയോ മറ്റ് അസമമായ യുദ്ധരീതികളിലെയോ ആകാമെന്ന ആശങ്ക ഉയരുന്നു. ഉപരോധങ്ങളെ മറികടക്കുന്നതിൽ ഇറാന് ദീർഘകാല പരിചയമുള്ളതിനാൽ ദീർഘകാല സംഘർഷങ്ങളിൽ കൂടുതൽ പ്രതിരോധ ശേഷി പുലർത്താൻ കഴിയുമെന്ന വിലയിരുത്തലുകളും നിലനിൽക്കുന്നു. ഇതിന്റെ രാഷ്ട്രീയ വശവും വളരെ ശ്രദ്ധേയമാണ്. അമേരിക്കൻ ഭരണകൂടത്തിന്റെ തീരുമാനങ്ങൾക്കെതിരെ ആഭ്യന്തര വിമർശനങ്ങളും ഉയരുന്ന സാഹചര്യത്തിൽ ഒരു വിദേശ സൈനിക പരാജയം പോലുള്ള സംഭവങ്ങൾ രാഷ്ട്രീയ സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. അതേസമയം ഇറാനിൽ ദേശീയ സുരക്ഷാ ചിന്തയും ജനപിന്തുണയും ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ സൈനിക നടപടികൾക്ക് കൂടുതൽ ആഭ്യന്തര പിന്തുണ ലഭിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ഈ സംഭവത്തിന്റെ ഏറ്റവും വലിയ പാഠം ആധുനിക യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ്. മുൻപ് ഹൈടെക് ആയുധങ്ങളും വൻ പ്രതിരോധ സംവിധാനങ്ങളും യുദ്ധഫലത്തെ നിർണ്ണയിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ ഡ്രോണുകൾ, കൃത്യമായ മിസൈൽ ആക്രമണങ്ങൾ, താഴ്ന്ന ഉയരത്തിലുള്ള സ്മാർട്ട് തന്ത്രങ്ങൾ എന്നിവയുടെ സംയോജനം ശക്തമായ സൈനിക ശക്തികളെ വെല്ലുവിളിക്കാൻ കഴിയുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. സാങ്കേതിക വിദ്യ മാത്രം പോരാ, അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് വിജയത്തിന്റെ അടിസ്ഥാനം എന്ന സത്യമാണ് ഈ സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഒറ്റപ്പെട്ട ആക്രമണത്തിന്റെ കഥയല്ല, മറിച്ച് ഭാവിയിലെ യുദ്ധങ്ങൾ എങ്ങനെ രൂപപ്പെടും എന്നതിന്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ലോക സൈനിക ശക്തികൾ ഇനി അവരുടെ തന്ത്രങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും പുനർപരിശോധിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്.